കൊങ്ങമ്മല അപകട ഭീഷണിയിലാണ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ പ്രക്ഷോഭത്തിലാണ്. ഇവിടെ താഴത്ത് താമസിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്, ഒരു 10-30 കുടുംബങ്ങളുണ്ട്. അവർക്കിപ്പോൾ മനസ്സമാനത്തോടെ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം. ഈയിടെ ഉണ്ടായ ശക്തമായ മഴയിൽ മണ്ണൊലിച്ചിലുണ്ടായി. ആ ഭാഗമാണിത്. ഒരുപാട് ഭാഗങ്ങൾ വിണ്ട് കീറി. ഇത് മലപ്പുറം ജില്ലയിലെ മഞ്ചേരി കാവന്നൂർ പഞ്ചായത്തിലെ കോങ്ങന്മല. വളരെ ഭീതിയോട് കൂടിയാണ് ആൾക്കാർ സമീപിക്കുന്നത്. കാരണം കാലവർഷം കനത്തപ്പോൾ മണ്ണൊലിച്ചിലുണ്ടായി. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി ഇത് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത് കയറുന്നത് തന്നെ, അധികാരികളെ ശ്രദ്ധയിൽപ്പെടുത്താൻ. ഇത് ഔഞ്ഞിപ്പുറവൻ മുഹമ്മദ് ഹാജി, കാവന്നൂർ പഞ്ചായത്തിലെ കോങ്ങന്മലയുടെ കോറയുടെ ഉടമ. അപ്പോൾ അവിടെ മണ്ണിടിച്ചിലുണ്ട് എന്ന് നമ്മൾ ഭീതിയോട് കൂടിയിട്ടാണ് നമ്മൾ വാർത്തകളൊക്കെ വായിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിനായിട്ട് മിഥുനം പബ്ലിക്കേഷൻസിന്റെ ഇത്തിരി നേരം വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വില്ലേജ് ഓഫീസിൽ നിന്ന് മണ്ണെടുക്കാനുള്ള അനുമതി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ജിയോളജി ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ബാക്കി കാര്യങ്ങൾ ഉടനടി ചെയ്യും എന്നാണ് അദ്ദേഹം പറയുന്നത്. മണ്ണിന്റെ ഈ പള്ളഭാഗം ഉണ്ടല്ലോ, ഈ ഭാഗം എന്താ പൊന്തി നിൽക്കുകയാണ്. അപ്പോൾ ഏത് സമയത്തും വളരെയധികം പ്രശ്നം സൃഷ്ടിക്കാതെ ഇവിടെ ചെളി താഴുണ്ട്. ഇത് തൃക്കളങ്ങോട് പഞ്ചായത്തിൻ്റെ 1-ാം വാർഡ് മെമ്പർ നാസർ സാഹിബ്. ഈ നമ്മളെ ഇപ്പോഴത്തെ ഈ കോങ്ങന്മലയുടെ ഈ രീതി ഉണ്ടല്ലോ, എന്താ താങ്കൾക്ക് എന്താ പറയുക? ഇത് ഇവിടെ താഴത്ത് താമസിക്കുന്ന കുറച്ച് കുടുംബങ്ങളുണ്ട്, ഒരു 10-30 കുടുംബങ്ങളുണ്ട്. അവർക്കിപ്പോൾ മനസ്സമാനത്തോടെ വീട്ടിൽ കടന്നുറങ്ങാൻ പറ്റുന്ന സാഹചര്യം. ഇത്രയും കാലം അവർക്കൊരു പ്രശ്നം ഉണ്ടായില്ല ഈ കോറി തുടങ്ങിയ കാരണം. ഇപ്പോൾ പഞ്ചായത്തിന് സെക്രട്ടറി നോട്ടീസ് കൊടുത്തു, ഇവിടെ മാറി താമസിക്കാൻ, തൽക്കാലം മാറി താമസിക്കാൻ വേണ്ടി നോട്ടീസ് വരെ കൊടുത്തു. ഈ മല എന്ന് പറഞ്ഞാൽ 2 പഞ്ചായത്തിൽ, നമ്മുടെ കാവലൂർ പഞ്ചായത്തിന് ഏറ്റവും ഉയരം കൂടിയ മലയാണ്. അത് നിങ്ങൾക്ക് അതിന്റെ സ്കെച്ച് ഇവിടെ ഉണ്ട്, അതിന്റെ ഫോട്ടോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അതിന്റെ ഹൃദയഭാഗത്ത് സെൻട്രൽ ഭാഗത്ത് പാറല്ല, പാറ ഭൂമിക്കുള്ളിലെ പാറയാണ്. നിങ്ങൾ കണ്ടിട്ട് സ്ഥലം കണ്ടല്ലോ, ആ ഭൂമിക്ക് മുകളിൽ പാറല്ല. സാധാരണ മുകളിൽ പാറ ഉണ്ടാകുമ്പോൾ അത് വലിയൊരു പ്രശ്നമൊന്നുമില്ല. ഇത് ഭൂമിക്കുള്ളിലെ പാറ. പെരിച്ചായി നമ്മൾ പറയില്ല, പെരിച്ചായി തുടക്കമായി തുരന്നിട്ട് കൊണ്ട് പൊട്ടിക്കുന്നതാണ്. ഇത് കുറച്ച് കാലം പൊടിച്ചപ്പോൾ തന്നെ ഇവിടുന്ന് മാറി താമസിക്കുന്ന സ്ഥിതി വന്നു. ഇത് കൂടുതൽ കാലം പൊടിച്ചാൽ അതിൻ്റെ അവസ്ഥ എന്തായിരിക്കും? ആ മല ഒന്നായിട്ട് പോകും. ഇപ്പം തന്നെ ഭീഷണിയാണ്. അത്രത്തോളം മണ്ണ് അവിടെ കൂട്ടിയിട്ടുണ്ട്. ഒരു ലോഡ് പാറ കിട്ടണമെങ്കിൽ 25 ലോഡ് മണ്ണ് നീക്കേണ്ട അവസ്ഥ ഇപ്പം തന്നെ ഉണ്ട്. ഈ ഒരുപാട് വീടുകൾ പൊട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കാണുന്ന ഈ വീടുകൾ പൊട്ടിയിട്ടുണ്ട്. ഇതിന് അപ്പുറത്തുള്ള വീട് പൊട്ടിയിട്ടുണ്ട്. അവിടെ എൻ്റെ അനിയൻ്റെ വീട് പൊട്ടിയിട്ടുണ്ട്. പിന്നെ അത് ഒരുപാട് വീടുകൾ പൊട്ടിയിട്ടുണ്ട്. ഇത്രയും കാലം ഇത്രയും വീട് പൊട്ടിയിട്ട് ഈ കോറി നടത്തിയ ആളുകൾ ഒരു വീട് പോലും സന്ദർശിച്ചിട്ടില്ല. ഒരു വീട് പോലും സന്ദർശിച്ചിട്ടില്ല. പഞ്ചായത്തിൻ്റെ ആളുകളൊന്നും സന്ദർശിച്ചിട്ടുണ്ട്, ഒക്കെ സന്ദർശിച്ചിട്ടുണ്ട്, വില്ലേജിൻ്റെ ആളുകളൊന്നും സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഈ കോറി നടത്തിയ ആളുകൾ അവർ ധിക്കാരമായ സമയം, ഞങ്ങൾക്ക് ലൈസൻസ് ഉണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ പരാതി കൊടുത്തോളുന്ന രീതിയിൽ ധിക്കാരമായിട്ട് പോലും മുന്നോട്ട് വരും. ഒരു വീട് പോലും ഇത്രത്തോളം വീട് നഷ്ടമായിട്ട് ഒരു വീട് പോലും അവർ സന്ദർശിച്ചിട്ടില്ല. ഇവിടുത്തെ ജനങ്ങളെ ആവശ്യം, നമ്മളെ ആവശ്യത്തെ വെച്ച് ഭാവി ഇത് തുറന്ന് മുന്നോട്ട് പോകാൻ കഴിയില്ല. നമ്മളാരും ഇതിനെതിരല്ല. ഈ സംവിധാനം ഇവിടെ വേണം, നിർമ്മാണ മേഖലക്ക്. പക്ഷെ ഇവിടെ പ്രശ്നം തോറ്റി കഴിഞ്ഞാൽ ഇതിന്റെ അപകടാവസ്ഥയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ മണ്ണ് നീക്കൂടി പ്രശ്നം പരിഹരിക്കുന്നില്ല. ഇത് താൽക്കാലിക പരിഹാരമാണ്. വീണ്ടും ഖനനം നടത്തി കഴിഞ്ഞാൽ അതേമാതിരി മണ്ണ് വരികയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലോഡ് കല്ല് കിട്ടണമെങ്കിൽ 25 ലോഡ് മണ്ണ് ഒന്ന് കുഴിച്ചെടുക്കണം. ആ ഒരു അവസ്ഥയിൽ തുരന്നെടുക്കുകയാണ്. നമ്മൾ വല്ല പെരിച്ചായി തുരക്കണം മാതിരി തുരന്നെടുത്ത് വരികയാണ്. ഭൂമിക്ക് മുകളിലെ പാറയല്ല ഇത്. ഇനിയും പിന്നെ അവിടെ ഖനനം നടത്താണെങ്കിൽ ശക്തമായ പ്രതിഷേധം, ആ പ്രതിഷേധം മുന്നിൽ ഒരു ജനപ്രതിനിധിയുള്ള രീതിയിൽ ഞങ്ങളെല്ലാവരും
രാഷ്ട്രീയത്തിന് അതീതമായി ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി അതിന് മുന്നിലുണ്ടാവും. കോരി വരുന്ന മുമ്പ് ഇത് ഒരു കുഴപ്പമില്ല. ഈ കോരി വന്ന ശേഷം പൊട്ടിയതാണ്. ഇതിലൊക്കെ അതെല്ലാം പൊട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ റൂം മേൽഭാഗം കാട്ടിത്തരാം. അതൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഈ ഭാഗം ഉണ്ട്. പിന്നെ ചുമലുണ്ട്. ഇതൊക്കെ പൊട്ടിയതാണ്. കണ്ടാ തലക്കന്നെ കണ്ടോ ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ചുമര് പോലെ. ഇത് നമുക്ക് വലിയൊരു മുന്നറിയിപ്പ് മാത്രമാണ്. ശക്തമായ മഴ നമുക്ക് വരാനിരിക്കുന്നതേ ഉള്ളൂ. അധികാരികളും ജനങ്ങളും ഇത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. നമ്മൾ ജാഗ്രത പാലിച്ചേ മതിയാവും.